പ്രേം നസീറിൻ്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. അദ്ദേഹത്തിന് 71 വയസ്സ് പ്രായമായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. വൃക്ക രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ പാളയം ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. റിനു ശ്രീധർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. റിനു, വിവരങ്ങൾ. ഇന്നലെ രാത്രി 11:15 കൂടിയാണ് നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനുമായിട്ടുള്ള ഷാനവാസ് ഈ നാടിനോട് വിട പറഞ്ഞത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ ഫ്ളാറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ആ ഫ്ളാറ്റിന്റെ മുന്നിലാണ് ഉള്ളത്. ആംബുലൻസിൽ അദ്ദേഹത്തിന്റെ മൃതദേഹമുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പൊതുദർശനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഫ്ളാറ്റിലെ ഹാളിലേക്ക് മാറ്റും എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ ഈ മൃതദേഹം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആശുപത്രിയിൽ നിന്ന് ഈ ഫ്ളാറ്റിലേക്ക് എത്തിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് അവിടെ പ്രവേശനമുണ്ടായിരുന്നത്. രാവിലെ അല്പസമയം മുമ്പ് ഈ പാളയം ജുമാ മസ്ജിദിൽ എത്തിച്ച് മറ്റ് ആചാരപ്രകാരമുള്ള കുളിപ്പിക്കൽ ചടങ്ങൊക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ആംബുലൻസിൽ ഈ ഫ്ളാറ്റിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ പൊതുദർശന സമയത്തേക്ക് അല്പസമയം തന്നെ മാറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് അദ്ദേഹം കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. രാത്രി 11:15 മരണം സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനമായി കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും സിനിമാ മേഖലയിൽ നിന്ന് അടക്കം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഈ വഴുതക്കാട്ടെ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആംബുലൻസിൽ നിന്നും മൃതദേഹം അല്പസമയത്തിനകം ഈ പൊതുദർശനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഹാളിലേക്ക് മാറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം 50-ലധികം മലയാള സിനിമയിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്, തമിഴ് സിനിമകളടക്കം വേഷമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 1980 കാലഘട്ടത്തിലാണ് മലയാള സിനിമയിലേക്ക് സജീവമായി അദ്ദേഹം എത്തുന്നത്. ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം സിനിമയിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വിജയ് തമ്പി സംവിധാനം ചെയ്ത നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും സജീവമായി അദ്ദേഹം എത്തുന്നത്. 2015 ഒടുവിൽ അദ്ദേഹം കുംഭസാരം എന്ന് പറയുന്ന അവസാന ചിത്രത്തിൽ അഭിനയിച്ചത്. 1980 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ഈ സിനിമ രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. പിന്നീട് സിനിമാ മേഖലയിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ 2015 വീണ്ടും സജീവ സാന്നിധ്യമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി മലയാള സിനിമയിൽ. ഏറെക്കാലമായി ഈ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 11:15 കൂടിയാണ് അന്ത്യം സംഭവിച്ചത്. വൈകുന്നേരം 5 മണിയോടുകൂടി പാളയം ജുമാ മസ്ജിദിൽ ഖബറടക്കും എന്നുള്ളതാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.